എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 16-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ സംശയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. 3 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിനോടൊപ്പം തന്നെയാണ് ആസാമിലും പുതുച്ചേരിയിലും ഇലക്ഷൻ നടക്കുന്നത്. ഏപ്രിൽ 9-നാണ് ഇലക്ഷൻ നടക്കുന്നത്. ഏപ്രിൽ 23-ാം തീയതി തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കും. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ ആദ്യഘട്ട ഇലക്ഷനും ഏപ്രിൽ 23-ന് നടക്കും. ഏപ്രിൽ 29-നാണ് പശ്ചിമ ബംഗാളിലെ അവസാനഘട്ട ഇലക്ഷൻ നടക്കുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് രാജ്യത്ത് 5 ഇടങ്ങളിലേക്കായിട്ടുള്ള ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലായിടത്തെയും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് മെയ് 4-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ കാത്തിരിപ്പുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 25 ദിവസത്തിലധികം കാത്തിരിക്കണം വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. വിഷുവും ഈസ്റ്ററും കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും അതിനു മുമ്പ് ഇലക്ഷൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിരവധി സഹായങ്ങൾ ലഭിക്കാൻ പോകുന്നു. അതായത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ നേരത്തെ ആകും എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇവയൊക്കെ കൂടുതൽ മാസങ്ങളിലേത് ഏപ്രിൽ 9-ന് മുമ്പ് ലഭിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് മാർച്ച് മാസത്തെ ആനുകൂല്യങ്ങളാണ്. മാർച്ച് മാസത്തെ ആനുകൂല്യം 25-ന് തന്നെ വിതരണം ചെയ്യും. ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള തൊട്ട് മുമ്പുള്ള മാസമായിട്ടുള്ള മാർച്ച് മാസത്തിൽ 25-ാം തീയതി കൂടി ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും. അത് മാക്സിമം കയ്യിലേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ഏപ്രിൽ മാസം ആദ്യ ആഴ്ചകളിലേക്ക് ഇതിന്റെ വിതരണം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വിഷു ഈസ്റ്ററിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യും. അതും ഏപ്രിൽ 9-ന് മുമ്പ് വിതരണം ചെയ്യും. അങ്ങനെ 4000 രൂപയായിരിക്കും ഒരുമിച്ച് ഏകദേശം 10 ദിവസത്തിന് ഇടവേളകളിലായിട്ട് ലഭിക്കാൻ പോകുന്നത്. ചിലപ്പോൾ, ഉറപ്പില്ല, ചിലപ്പോൾ മെയ് മാസത്തെ പെൻഷനും ഈ ഒരു 2 മാസത്തെ മുൻകൂറായി അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞ് വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് മുൻകൂറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു രീതിയിലാണ് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക എങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷനും സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും. ഈ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉടൻ വിതരണം ചെയ്യും. ഇതുകൂടാതെ ഏപ്രിൽ 9-ന് മുമ്പ് തന്നെ ഏപ്രിൽ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷനും വിതരണം ചെയ്യുന്നതാണ്. അത് മെയ് മാസത്തേതും അഡ്വാൻസ് ആയിട്ട് വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ 3000 രൂപ വരെ പ്രതീക്ഷിക്കാം. ക്ഷേമ പെൻഷൻ ഏപ്രിൽ 9-ന് മുമ്പ് 6000 രൂപ വരെ പ്രതീക്ഷിക്കാം. ഈ ഒരു രൂപത്തിലുള്ള വിതരണം ഉണ്ടാവും. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന്റെ വിതരണവും ഇതേ രീതിയിൽ ഉണ്ടാവും. മാർച്ച് മാസത്തേത് വിതരണം ചെയ്തു. ഇനി ഏപ്രിൽ മെയ് മാസത്തേത് ഇതിനു മുമ്പ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങൾ സപ്ലൈകോ വഴിയുള്ള വിഷു ഈസ്റ്റർ ചന്തകൾ വരും. അതിലൂടെ വലിയ ആനുകൂല്യ കിറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ ചെറിയ വിലക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. മറ്റന്നാളൊക്കെ ആയിട്ട് UDFന്റെ വിവിധ ഘടകകക്ഷികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ആദ്യഘട്ടത്തിൽ ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അപ്പോൾ വലിയ താമസമില്ലാതെ തെരഞ്ഞെടുപ്പ് ചൂട് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ്. ഇന്ന് തന്നെ LDFന്റെ വിവിധ മണ്ഡലങ്ങളിൽ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 50-ലധികം MLA-മാരെയാണ് LDF കളത്തിലിറക്കുന്നത്. പുതുമുഖങ്ങൾക്കും അവസരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആരാകും ഇനി ഭരണത്തിൽ വരിക എന്നുള്ളത്, ആരാകും ഇനി മുഖ്യമന്ത്രി ആകുക എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇനി പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ പൈപ്പ് വഴി പാചകവാതകം വിതരണം തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്താകെ പൈപ്പ് വഴി പ്രകൃതിവാതകം കണക്ഷനിലൂടെ ലഭിക്കുന്ന ആളുകൾക്ക് ഇനി LPG കിട്ടില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഉത്തരവ് ഭേദഗതി ചെയ്ത് പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് LPG സിലിണ്ടറുകൾ സറണ്ടർ ചെയ്യണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത്തരക്കാർക്ക് LPG നൽകുന്നത് നിരോധിത പ്രവർത്തനമായി കണക്കാക്കും. ഇരട്ട കണക്ഷനുകൾ ഒഴിവാക്കുന്നതിനുള്ള നടപടിയാണിത്. അതേസമയം യുദ്ധ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പാചകവാതക സിലിണ്ടർ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി നയതന്ത്ര നീക്കവുമായി ഇന്ത്യയുടെ ഇടപെടൽ. ഇറാന്റെ അനുമതിയോടുകൂടി ഹോർമുസ് കടലിടുക്ക് പിന്നിട്ട LPG ടാങ്കറുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗുജറാത്ത് തീരത്തെത്തും. പരിഭ്രാന്തരായി ഗ്യാസ് ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം 88 ലക്ഷമായി ഉയർന്നതാണ് വിതരണത്തെ ബാധിക്കുന്നത് എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി തീരും എന്നാണ് പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നത്. സംസ്ഥാനത്ത് അർഹരായിട്ടുള്ള 65,000 കുടുംബങ്ങൾ കൂടി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം ഇന്ന് നടന്നു.
തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷ്യമന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ചു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം നേരിടുന്ന പാചകവാതക പെട്രോ കെമിക്കൽ നിയന്ത്രണങ്ങൾ രാജ്യത്തെ ആരോഗ്യ മേഖലയെയും പ്രതിസന്ധിയാക്കുകയാണ്. പാരസിറ്റമോൾ ഉൾപ്പെടെയുള്ള അവശ്യ മരുന്നുകളുടെയും സിറിഞ്ച്, ഗ്ലൗസ് തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളുടെയും നിർമ്മാണത്തെ ഇത് ഗുരുതരമായി ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്കായി LPG നീക്കിവെച്ചതിന്റെ ഭാഗമായിട്ടാണ് വ്യവസായങ്ങൾക്കുള്ള വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതേ തുടർന്നാണ് രാജ്യത്ത് മരുന്നുക്ഷാമം ഉണ്ടാകും എന്നുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നത്. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് സാർവത്രിക ആരോഗ്യ പരീക്ഷ നടപ്പിലാക്കുന്നതിനുള്ള അനുമതി നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന തീരുമാനമാണ് ഇത് എന്നാണ് വിലയിരുത്തൽ. കാരുണ്യ, കാസ്പ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, മെഡിസെപ്പ്, മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ തുടങ്ങിയവയിൽ ഉൾപ്പെടാത്ത മിസ്സിംഗ് മിഡിൽ വിഭാഗങ്ങളിൽ കൂടിയായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പു വരുത്തുന്നതിനാണ് പദ്ധതി ആവിഷ്കരിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയതാണ് ഈ പദ്ധതി. വിവിധ തലങ്ങളിലുള്ള ചർച്ചകളുടെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷാ പദ്ധതി സർക്കാർ അംഗീകാരം നൽകിയത്. വിഷൻ 2031 അവലോകന യോഗങ്ങളിലും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്ത് കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ നൽകി വരുന്നുണ്ട്. 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് കാസ്പ് പദ്ധതി പ്രകാരം കാർഡുള്ളത്. ഇതിനു പുറമെ കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത വാർഷിക വരുമാനം 3 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി 2 ലക്ഷം രൂപയുടെ ചികിത്സയും, വൃക്ക അനുബന്ധ രോഗികൾക്ക് 1 ലക്ഷം കൂടി അധികം, അതായത് 3 ലക്ഷം രൂപയുടെ ആനുകൂല്യവും ചികിത്സാ സഹായവും ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നുണ്ട്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയെ തുടർന്ന് നടപടികൾ സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം. 5 വർഷം കൊണ്ട് 8,425 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് നൽകിയിട്ടുള്ളത്. ഓരോ ചികിത്സാ പദ്ധതിയിലും അംഗമല്ലാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇത് ആശ്വാസമാകും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്കും.